എല്ലാവർക്കും നമസ്കാരം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സോ ഈ ബ്രഹ്മയുഗം നമ്മുടെ ഫിലിം ഫെബ് 15 വേൾഡ് വൈഡ് റിലീസ് ആവുകയാണ്. ആൻഡ് വി ആർ ഓൾ വെയിറ്റിംഗ് അതിൻ്റെ റെസ്പോൺസ് അറിയാൻ വേണ്ടി. ആൻഡ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോ ആൻഡ് വയനാട് സ്റ്റുഡിയോൻ്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്ര സാർ പ്രൊഡ്യൂസ് ചെയ്ത് അലോങ് വിത്ത് ശശി സാർ പ്രൊഡ്യൂസ് ചെയ്ത ഈ ഫിലിം completely shot in black and white format and starring one and only Mamuka along with Arjun, Siddharth, Amalda and Manikandan. So ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. ആൻഡ് എല്ലാവർക്കും ഈ പ്രസ് മീറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമസ്കാരം. ആദ്യം തന്നെ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒത്തിരി വെയിറ്റിംഗ് ആണ് ഞങ്ങൾ 15-ാം തീയതിക്ക് വേണ്ടി. നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. വീണ്ടും പണ്ട് കണ്ട് മറന്ന കുറേ സംഭവങ്ങൾ ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അബുദാബിയിൽ വെച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ വരരുത്, നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. ഇത്തരമൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് മമ്മൂക്ക വീണ്ടും എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? പ്രേക്ഷകർ എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കയുടെ പ്രതീക്ഷ പറയണമല്ലോ. ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുത്, കഥ എങ്ങനെയായിരിക്കും, നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സിനിമയ്ക്കൊരു കഥയുണ്ട്, അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് അതിൻ്റെ ഭംഗി എന്നേ ഞാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ച് ഇങ്ങനെയല്ല വിചാരിച്ച് എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തരുത്, ഒരിക്കലുമില്ല. അതൊരു ഒരു എന്താ പറയുക, ശൂന്യമായ മനസ്സോട് വരണം നമ്മൾ സിനിമ കാണും. സിനിമയ്ക്ക് നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ചില ആൾക്കാർ ഇത് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും. അതൊന്നും ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ആവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് ത്രില്ല് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ ഒക്കെയല്ലേ, സിനിമ ഓൾറെഡി ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ വരും. ഞാനിപ്പോൾ ഒരു മലയാളത്തിൽ വാക്ക് എങ്ങനെ ടിഡിക്ക് വെല്ലുപിടിയുണ്ട് അല്ല, നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻവിധിയോടുകൂടി വരും. മുൻവിധി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നു. എനിക്ക് ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നുവെന്ന് തന്നെ വരണം. നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നെന്ന് വിചാരിക്കരുത്, അങ്ങനെയുള്ളൂ. പ്രസക്തിയൊന്നും പ്രത്യേകിച്ചില്ല. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുക്കുക, ഇതൊരു കാലഘട്ടത്തിൻ്റെ സിനിമയാണ്. സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ, സിനിമ ഇല്ലാതിരുന്നൊരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം. പിന്നെ ഈ സിനിമ അതിന് പറ്റിയൊരു സിനിമയാണ്. ഒരു കാലം കുറച്ചുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യിക്കാൻ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത്. നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു ആദ്യകാലങ്ങളിൽ. അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത്. പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയല്ലേ, അത് പല ബോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സിനും ഒക്കെ ഉണ്ട്. വലിയ സിനിമകളിൽ ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് 5-8 വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 35 മവിലെടുത്തത്. അപ്പോൾ അത് നമ്മൾ അത്രത്തോളം ആലോചിച്ചിട്ടല്ല, നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ടി വരണം, വേണ്ടേ? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ഇന്നത്തെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ഇവരെല്ലാവരും വൈറ്റ് ആൻഡ് ബ്ലാക്കും, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ്. പിന്നെ ഈ ചിത്രം ഒരു ടൈം ലൂപ്പാണോ? അല്ല, ടൈം ലൂപ്പാണോ? ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, പക്ഷെ അത് ടൈം ലൂപ്പൊന്നുമല്ല. പക്ഷെ അത് അതിൽ കുറച്ച് എക്സ്പെരിമെൻ്റൽ പരിപാടിയുണ്ട്, നിങ്ങളത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്.
ഇപ്പം ഈ ചിത്രത്തിന്റെ എന്താ അനൗൺസ്മെന്റിലും കാര്യങ്ങളും കണ്ടു. പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന എക്സൈറ്റ്മെന്റും പ്രേക്ഷകർക്കുണ്ട്. അതിലുപരി മമ്മൂക്കയുടെ മേക്ക് ഓവറാണ് യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ എക്സൈറ്റ്മെന്റ് ചെയ്തത്. അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ കഥ പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ അടുത്തൊരു ഇനീഷ്യൽ സ്കെച്ച് ഉണ്ടായിരുന്നു, ക്യാരക്ടർ സ്കെച്ച് ഉണ്ടായിരുന്നു. അത് ഞാൻ മമ്മൂക്കയ്ക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടുന്ന് കുറച്ച് സ്ക്രിപ്റ്റ് റീഡിങ്ങിൻ്റെ ഡിസ്കഷനും അതിൻ്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ ആയി വരുമ്പോൾ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു പീരിയഡ് ഫിലിം ആയതുകൊണ്ട് ഒരു കുറച്ച് കാലം മുമ്പ് നടക്കുന്ന കഥയായത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന രസമായിരിക്കും എന്ന് തോന്നി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ ക്യാരക്ടർ? നമുക്ക് ഒരു കട്ട വില്ലനാണ് ഈ ചിത്രത്തിൽ. ഈ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. ഒരു 2-3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലാതിരുന്ന കാലത്താണ് ഈ സിനിമ ഉണ്ടാകുന്നത്, അല്ലേ ഇടി? അതെ. അങ്ങനെ ഷേക്സ്പിയർ നാടകങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അങ്ങനെയല്ല. എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നു എനിക്കറിഞ്ഞൂടാ. ഞാൻ അടുത്ത കാലത്ത് ജനിച്ചോട്ടാണ്, അതുകൊണ്ട് അത്ര പിടിപാടില്ല. സിനിമയിൽ ആ കഥാപാത്രത്തിനൊരു മിസ്റ്ററി ഉണ്ട്, ഭയങ്കരമായൊരു മിസ്റ്ററി ഉണ്ട്. അത് പക്ഷേ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞാലും, നിങ്ങൾ സിനിമ കണ്ട് ആരോടെങ്കിലും പറഞ്ഞാലും അത് പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാരുടെ ഒരു ത്രില്ല് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇത് വില്ലനോ നായകനോ അങ്ങനെ ഈ സിനിമയിലുണ്ടോ? വില്ലനും നായകനോ ഒന്നുമില്ല, കഥാപാത്രങ്ങളേ ഉള്ളൂ. അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവരാണ്. പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താം. ഒരു കലാസൃഷ്ടിക്ക് എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുക. സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകരാണ്. അതൊട്ടും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ്, നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ. അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകൻ്റെ കടമയാണ്, അവരുടെ തീരുമാനമാണ്. രാഹുൽ ഇപ്പോൾ സിനിമയെ സ്നേഹിക്കുന്നവരെല്ലാവരിലും ഒരു മമ്മൂക്ക ആരാധകനുണ്ട്. അപ്പോൾ മമ്മൂക്കയുടെ ഇങ്ങനെ ഡേറ്റ് കിട്ടുക അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പുതുതായിട്ട് എന്ത് ചെയ്യിക്കാം എന്നുള്ളൊരു തോട്ട് ഇവിടെ എപ്പോഴും റെലവൻ്റ് ആണ്. ഇപ്പോൾ അൻവർ റഷീദൊക്കെ ഏകദേശം 9 മാസത്തോളം ആലോചിച്ചിട്ടാണ് ഊമയായിട്ട് മമ്മൂക്ക് ഇതൊരു വേഷം ചെയ്തിട്ടില്ല, അങ്ങനെ അണ്ണൻ തമ്പിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുതുമ തേടി പോകുന്ന ഒരു നടനിലേക്ക് സിനിമ എത്തിക്കുമ്പോഴുള്ളൊരു മെയിൻ റിസ്ക് ഫാക്ടറാണ് ശരി? അല്ല, ഇപ്പോഴത്തെ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ ഓഡിയൻസ് നമ്മളെല്ലാവരും അത്രമാത്രം ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ അത് എത്ര നേരം അവരെ ഹുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റും എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് നമ്മളൊരു കഥ എഴുതുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഫിലിം മേക്കേഴ്സിനെ പോലെയും ഒരുപാട് പേര് സ്വപ്നം കാണുന്നത് പോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കയെ വെച്ചൊരു പടം ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് എൻ്റെ ആദ്യത്തെ പടം 2012 റിലീസായത്. ഒരു 10 കൊല്ലത്തിന് ശേഷമാണ് ഭൂതകാലം വന്നത്. അപ്പോഴൊക്കെ മമ്മൂക്കയെ വെച്ച് ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് ബിഫോർ ദാറ്റ് ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് ടു ബി വർത്തി ഓഫ് ഹിസ് ടൈം ടു പോർട്രേ ദാറ്റ് ക്യാരക്ടർ എന്നെല്ലാം. സോ അത് റെഡിയായാൽ മാത്രമേ നമ്മൾ മമ്മൂക്കടുത്ത് പോയിട്ടൊന്ന് ഓക്കെ ഇങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട് അത് ഞാൻ പറയും അത് അപ്പം തന്നെ എക്സൈറ്റ്മെന്റ് കാണിക്കും. അങ്ങനെയാണ് അത് ഫോമായി വന്നത്. നമ്മൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അത് സിനിമയിൽ ഉള്ള സ്റ്റിൽസ് തന്നെയാണ് നമ്മൾ പുറത്ത് പോസ്റ്റേഴ്സായി വിട്ടത്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ടീമാണ്. അരുണാണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അരുണായിട്ട് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭൂതകാലത്തിലും പുള്ളി തന്നെയാണ് ഡിസൈൻ ചെയ്ത് തന്നെ. സോ എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇൻറ്റൻഷൻ. അത് എത്ര നല്ല രീതിയിൽ അത് പോർട്രേ ചെയ്യാൻ പറ്റും, യുണീക്ക് ആക്കാൻ പറ്റും എന്നുള്ള ഇൻറ്റൻഷനിൽ തന്നെയാണ് വി ട്രൈ ടു ഡിസൈൻ ദാറ്റ്. അത് ക്ലിക്കായി. അത് എനിക്ക് ഫസ്റ്റ് മമ്മൂക്കയുടെ ക്യാരക്ടർ പോസ്റ്റർ വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഇങ്ങനെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതെന്തായാലും എല്ലാവരും കാത്തിരിക്കും എന്നുള്ള
അങ്ങനെയല്ല, എനിക്ക് ഹൊറർ പൊതുവെ ഇഷ്ടമാണ്, ജോണർ ഇഷ്ടമാണ്. കോമഡി ഫിലിംസും കാണും, റൊമാൻറ്റിക് ഫിലിംസും കാണും, പല ജോണറുള്ള ഫിലിംസും കാണും. പക്ഷേ ഈ അടുത്തായിട്ട് കുറച്ചെന്തോ ഹൊററിലേക്ക് ഇത് അങ്ങനെ വിചാരിക്കുന്നത്. നിങ്ങൾ ഭൂതകാലം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേടിക്കും എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ വരരുത്. ഹൊററിൽ തന്നെ പല സബ് ജോണേഴ്സും ഉണ്ട്. കോമഡി ഹൊറർ ഉണ്ട്, സൈക്കോളജിക്കൽ ഹൊറർ ഉണ്ട്, പാരനോർമൽ ഉണ്ട്, സ്ലാഷർ ഹൊറർ ഉണ്ട്. അപ്പോൾ ഈ പ്രീവിയസ് ഫിലിമിന് ശേഷം ഇനി എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, എന്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു എൻ്റെ തോട്ട് പ്രോസസ്സ്. സോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. നമുക്ക് രാഹുൽ പറഞ്ഞതുമായി ചേർത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് കാതലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്വേഷകരുടെ കൂടി കഥ പറയേണ്ട ആവശ്യമുണ്ട് ഓരോ അന്വേഷണത്തിലും എന്നാണ് കണ്ണൂർ സ്കോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രഹ്മയുഗത്തിലൊരു പുതിയ ഡെഫിനേഷൻ ഓഫ് ഹൊറർ, അല്ലെങ്കിൽ ഹൊററിൽ തന്നെ പുതിയൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യാം, അത് മമ്മൂക്കയിലൂടെ ചെയ്യാം. അതായിരുന്നു മമ്മൂക്ക എന്നുള്ള കലാകാരൻ്റെ എക്സൈറ്റ്മെന്റ്. ഇത് നിങ്ങൾ ഈ പറഞ്ഞതൊന്നും നമ്മൾ യഥാർത്ഥ സിനിമയിൽ ഷൂട്ടിങ്ങിന് മുമ്പ് വിചാരിച്ച കാര്യങ്ങളല്ല, അതങ്ങനെ വന്ന് ഭവിച്ചതാണ്. സിനിമയിൽ എന്ത് വന്ന് ഭവിക്കുമെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്കിത് എങ്ങനെ സിനിമ വരുമ്പോൾ എന്താണ് അനുഭവവേദ്യമാകുക എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞ് പ്രവചിക്കാൻ പറ്റുന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആകർഷിച്ചത് ആ കഥാപാത്രം തന്നെയാണ്. പിന്നെ അതിൻ്റെ കാലഘട്ടം, കഥ എല്ലാം സ്വാഭാവികമായിട്ടും തീരുമാനങ്ങളെല്ലാം നമ്മൾക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല. ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു, അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ടെക്സ്ചറിൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാത്തത്. നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വളരെ ചുരുങ്ങിയ തരത്തിൽ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വെച്ചത്. പരീക്ഷണങ്ങൾക്ക് എപ്പോഴും ഓപ്പണാണ് മമ്മൂക്ക എന്ന കലാകാരൻ. ഇപ്പോൾ വലിയ അളവിൽ സ്വീകരിക്കപ്പെടാത്ത കയ്യൊപ്പ ആയാലും ശരി, വലിയ അളവിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള കാതലായാലും ശരി. അപ്പോൾ ആ വിധത്തിൽ ഇപ്പോൾ തിയേറ്ററിലെ സ്വീകാര്യതയെ പറ്റിയാണ് ഞാൻ കയ്യൊപ്പനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ മമ്മൂക്ക എന്ന താരത്തെ ഒരിക്കലും ആ നടൻ അവിടെ നിൽക്കുമ്പോഴും താരം നടനെ ഹൈജാക്ക് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അതെങ്ങനെയാണ് തുടർന്നു പോകുന്നത്? ഈ നമ്മുടെ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമ തന്നെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ഈ പ്രത്യേകതരം കഥയോ ആരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളോ പറയുന്നത് പോലെ തന്നെ പരീക്ഷണമാണ്. എല്ലാവരും കണ്ട് ശീലിച്ച് പഴകിയ ഒരു കഥ പറയുന്നത് അതൊരു പരീക്ഷണമല്ല. സിനിമ തന്നെ ഒരു പരീക്ഷണമായിരിക്കുമ്പോൾ നമ്മൾ പരീക്ഷണ ചിത്രങ്ങളെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്കൊരു വ്യത്യസ്തത എന്നതിനപ്പുറത്തേക്ക് ഞാനതൊന്നും കണ്ടിട്ടില്ല. സാധാരണ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുമ്പോൾ അതിന് ഞാൻ സമ്മതം മൂടുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാ മനഃപൂർവ്വം ചെയ്യുന്നത് പലതും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബ്രഹ്മയുഗത്തിലെ ക്യാരക്ടർ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ടും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. അപ്പോൾ അത് മാക്സിമം അതിന് ഔട്ട് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ബാക്കി സ്ക്രീനിൽ എല്ലാവരും കാണുമ്പോൾ അടിപൊളിയായിരുന്നു. ഉണ്ടയിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായില്ല. ഈ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഞാൻ ക്യാരക്ടർ പറയേണ്ടി വരും, അത് പറയാനുള്ളൂ ഇപ്പോൾ. പക്ഷെ അടിപൊളിയായിരുന്നു, പ്രത്യേകിച്ച് പൊളിയായിരുന്നു. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ആദ്യം കഥയെക്കുറിച്ച് പറഞ്ഞു, പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ മമ്മൂക്കാരിൽ നിന്നുണ്ടായിരുന്ന ഒരു റിയാക്ഷൻ എന്തായിരുന്നു? സെയിം ഞാൻ പറഞ്ഞ മാതിരി തന്നെ. ഫസ്റ്റ് ഞാനൊരു 10-20 മിനിറ്റ്സിലാണ് ഇക്കടുത്ത കഥ പറഞ്ഞത്. സോ ഈ ഫിലിം ഞാൻ ഒരിക്കലും ഒരു കളർ ഫോർമാറ്റിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. സോ കാരണം പീരിയഡ് സെറ്റിംഗ് ആയതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു ക്ലിയർ സ്കൈ തന്നെ ഇറ്റ്സ് എ ഷെയ്ഡ് ഓഫ് ഗ്രേ. സോ അങ്ങനെയാണ് ഞാൻ മമ്മൂക്കടുത്ത് കഥ പിച്ച് ചെയ്തതും. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഞാൻ 3 വാക്കേ പറയുന്നുള്ളൂ. മമ്മൂക്ക ഒരു മിസ്റ്ററി ഹൊറർ ഫിലിം, ബ്ലാക്ക് ആൻഡ് വൈറ്റ്.
അപ്പോൾ നമുക്ക് ചോദിച്ചു ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ ചോദിച്ചു. അപ്പോൾ നമ്മളതൊരു ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ആൻഡ് വി ഡിഡ് എ ടെസ്റ്റ് ഷൂട്ട് ആൻഡ് അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വിട്ട് മമ്മൂക്കയ്ക്ക് വന്ന് കാണിച്ചു. അപ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ ടീം മനസ്സിലായത്. ഓക്കെ, ദിസ് വിൽ വർക്ക് എന്നുള്ളത്. സോ അത് സപ്പോർട്ട് ചെയ്യാൻ ഐ നീഡ് ടു ഹാവ് എ വെരി ഗുഡ് പ്രൊഡ്യൂസർ. സോ റാം സാറാണ് is the man behind supporting my vision. So yeah, it's a collective effort. It's a very collective effort. Unfortunately നമ്മുടെ DOP ഇവിടെ ഇന്നില്ല, എത്താൻ പറ്റിയില്ല. മിസ്റ്റർ ഷനാസ് ജലാലാണ് ഇത് ഷൂട്ട് ചെയ്തത്. ദിസ് ഇസ് മൈ സെക്കൻഡ് കൊളാബറേഷൻ വിത്ത്. സോ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു. ഗെറ്റ് ഔട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ആണോ? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഫിലിം, ഒരു ഇംഗ്ലീഷ് ഫിലിം കുറച്ച് കാലം മുമ്പ് ഇറങ്ങിയ ഈ ട്രെയിലർ കണ്ടപ്പോൾ അല്ല, അങ്ങനത്തെ ഒരു പടമല്ല. ഈ ഹൊററിൻ്റെ ഒരു ഇത് there's a beauty to it. At the same time plot will be ഒരു പേസിംഗ് ഉണ്ട്. ഇത്തരം സിനിമകൾക്ക് ഒരു പേസിംഗ് ഉണ്ട്. ഇത്തരം സിനിമകൾക്ക് അതിൻ്റെ പ്ലോട്ട്സും ക്യാരക്ടറിലുമാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇതുമാതിരി ഒരു ഫോർമുല നിങ്ങൾക്ക് കാണാം. അതിന്ന് യുണീക്കായിട്ട് ഒരു നറേറ്റീവ് സെറ്റ് ചെയ്ത് എങ്ങനെ വ്യത്യസ്തമായി പറയാമെന്നായിരുന്നു നമ്മൾ ട്രൈ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഗെറ്റ് ഔട്ടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് മേ ബി ട്രെയിലറിലൊക്കെ നിങ്ങൾക്ക് കണ്ടു, പക്ഷെ കഥ അങ്ങനത്തെ അല്ല, വേറെ ടോട്ടലി ഡിഫറെൻറ്റ് കഥയാണ്. രാഹുൽ, ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ മമ്മൂക്കയുടെ ഒരു ഇരിപ്പായിരുന്നു ഫസ്റ്റ് ലുക്കായി വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ സമാനമായിട്ട് ഭീഷ്മപർവത്തിൽ ഇതുമായിട്ട് ഏറെക്കുറെയൊക്കെ സാമ്യമുള്ള ഒരു ഇരിപ്പായിരുന്നു ഭീഷ്മപർവത്തിന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. അപ്പോൾ ഒരേ വിധത്തിലുള്ളൊരു ശരീരഭാഷയാണ് ഒരാളോട് പിന്നെയും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ഭീഷ്മയ്ക്കുള്ള ഒരു മാസും ഇതിനകത്ത് വരുന്ന ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ചിരിയുണ്ട്. ഇതൊക്കെ ഫീൽഡിൽ തന്നെ നമുക്കിവിടെ പറഞ്ഞിട്ട് അത് വരുന്നതാണ്. നമ്മളത് ഫസ്റ്റ് ഡേ ഷൂട്ടിൻ്റെ ആ ദിവസം എടുത്തതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൻ്റെ സ്റ്റില്ല്. സോ അത് അരുണാണത് കോർഡിനേറ്റ് ചെയ്തത്. ബട്ട് വി ഓൾ ഹാഡ് ദിസ് ഐഡിയ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വന്നു, കുറേ സ്റ്റിൽസ്, കുറേ പോസ്റ്റേഴ്സ് തന്നു, അതെടുത്തു. അതിൽ ദ ബെസ്റ്റ് വൺ വി ചോസ്, അതാണ് പോസ്റ്ററായിട്ട് കാണുന്നത്. അങ്ങനെയല്ലേ? ഭീഷ്മയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓർമ്മയുണ്ടോ? എങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെയാണോ ഇരിക്കുന്നത്? അല്ല, ഭീഷ്മയിൽ ഇങ്ങനെയാണ്. അപ്പൊ സെയിം ബോഡി ലാംഗ്വേജ് അല്ല. എന്നെ ചതിക്കരുത്, ഞാൻ ഒരുപാട് അല്ല നമുക്ക് കുറെ ഇൻഫ്ലുവൻസുകൾ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതിനതില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലോ, കാലം ഇതല്ലേ. അല്ല ഇപ്പോ പറഞ്ഞ കേട്ടതും കണ്ടതും അല്ലെങ്കിൽ വായിച്ചൊന്നും പറ്റൂല. എന്ത് കാണാൻ? കാലം നമ്മൾ കാണുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനോ ഇൻഫറൻസോ ഒന്നുമില്ല, സങ്കല്പം മാത്രമേ ഉള്ളൂ. ശൂന്യ ആകാശത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. നമുക്ക് ചെയ്യുന്ന സിനിമകളിലൊക്കെ നമുക്ക് എഫേർട്ടുകൾ ആ ക്യാരക്ടറിന് വേണ്ടി എടുക്കാറുണ്ട്. ഇതിലെടുത്ത എഫേർട്ട് ഈ ഒരു വയസ്സായ കഥാപാത്രത്തിന് വേണ്ടിയുള്ള എഫേർട്ടായിരുന്നു. ആ മേക്കപ്പിനൊക്കെ വേണ്ടി ബുദ്ധിമുട്ടിയായിരുന്നു ഒരുപാട്. കളിയാക്കണം. എഫേർട്ട് എടുത്തുള്ള സിനിമ കാണാം, പിന്നെ അത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ ആ ചോദ്യം ഡയറക്ടറോട് അത് ഞങ്ങൾ കുറച്ച് ഷോർട്സ് അതിനു വേണ്ടി ടീസറിനും ട്രെയിലറിനും വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അത് നിങ്ങൾ സിനിമ എന്തായാലും 2 ദിവസത്തിൽ കാണുമ്പോൾ അറിയാം എന്തൊക്കെയാണ്. അത് മമ്മൂക്ക തന്നെ ചെയ്തതാണ്. ഞാനൊരു ഐഡിയ പറഞ്ഞു, മമ്മൂക്ക ഇക്കട രീതിയിൽ അത് ചെയ്തു. പക്ഷെ അത് അടിപൊളിയായി വന്നു. അത് ടീസറിൽ ഞങ്ങൾ ചെയ്തു, ആൻഡ് ട്രെയിലറിലും അങ്ങനത്തെ ഒരു സാധനം ടുവേഴ്സ് ദി എൻഡ് ഒരു ഷോട്ട് അങ്ങനെ പ്ലേസ് ചെയ്തു. സോ
ബ്രഹ്മയുഗത്തിന്റെ ഈ ഫസ്റ്റ് പോസ്റ്റർ തൊട്ട് ടീസർ ഇപ്പൊ കാണിക്കുന്ന ട്രെയിലറിന്റെയും അവസാനം പിന്നെ മമ്മൂട്ടി തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇതിന്റെ ട്രെയിലർ ലോഞ്ചിനെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഇതിലൊക്കെ വന്നിരുന്നത് ആ ചിരിയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്നത്. ഇതിൽ അർജുന അശോകനും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിരി കൊണ്ടുവരുന്നുണ്ട്. ഈ ചിരി എന്നുള്ള എലമെന്റ് ഉണ്ടല്ലോ, നമ്മളൊരു ഹൊറർ പടത്തിൽ ചിരിപ്പിച്ചുകൊണ്ട് ഹൊറർ ചെയ്യിപ്പിക്കുക എന്നുള്ളത് രാഹുൽ സദാശിവൻ ഈ സിനിമയുടെ ഇടി അടക്കം എല്ലാവരും അതിന്റെ തുടക്കത്തിൽ തന്നെ മൈൻഡിലുണ്ടായിരുന്ന കാര്യമാണോ? പിന്നെ നിങ്ങൾക്ക് ഈ ചിരിക്ക് ഇത്രത്തോളം ചർച്ചയാവുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു നിങ്ങളത്? ട്രെയിലർ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ ചിരി ഇറ്റ്സ് പോർട്രേയിങ് സം കൈൻഡ് ഓഫ് മാഡ്നസ് എന്ന് പറയാം. അപ്പോൾ മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സാണ്, അപ്പോൾ അവർ ചിരിക്കുന്നതും അവർ കരയുന്നതും അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ട്രെയിലർ നമുക്ക് കട്ട് ചെയ്യാം ഈ ചിരി വെച്ചുകൊണ്ട്, ആൻഡ് ദെൻ വിൽ ടാഗ് ഇറ്റ് ആസ് ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെയാണത്. ദാറ്റ് വാസ് ദി ഐഡിയ ആക്ച്വലി. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. മമ്മൂക്ക ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ഫിലിമിലൊന്നും പറയുന്നില്ല. ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന ഒരു കഥയാണ്. കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സാണ്. പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു, കുഞ്ഞമ്മൻ എന്നൊക്കെ പറഞ്ഞ്. അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത്. അപ്പോൾ പക്ഷേ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടി ഡി സാറുമാരി ഒരു സാറിൻ്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ കഥ എഴുതുന്നത്. സോ ഐ നീഡഡ് എ സപ്പോർട്ട്. അങ്ങനെയാണ് ടി ഡി സാർ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. സോ ഇറ്റ്സ് എ ടോട്ടലി ഫിക്ഷണൽ. ആരുടെ ലൈഫ് സ്റ്റോറിയോ ഏത് ഫാമിലിനെ ഉദ്ദേശിച്ചൊന്നുമല്ല. ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറി. മമ്മൂക്ക ഇപ്പം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുന്നുണ്ടായി എന്താണ്, മമ്മൂക്കയുടെ ചിത്രങ്ങൾ പ്രേക്ഷകര് ഇരു കൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷയുടെ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രേക്ഷകർക്കറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കറിയാം എന്താണ്, ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റിനെ കണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് സൂചിച്ചു. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്ന എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. അതിന് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ വന്നത്. സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമാണ്. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, കൂടെ ഉണ്ടാവണം. വഴിയിലിട്ടിട്ട് പോയി കളയും. റൈറ്ററിൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ കുറേ നോവലുകളൊക്കെ കൊണ്ട് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് സമയത്ത് മമ്മൂക്കായ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു താങ്കളുടെ ഒരു റേറ്റിംഗ്? തീർച്ചയായിട്ടും. രാഹുൽ എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം പറയുമ്പോൾ നമ്മൾ കുറച്ച് പുറകിലുള്ളൊരു കാലത്തെ കഥയാണ് പറയുന്നത്. അപ്പോൾ ആ കാലത്തെ കാര്യങ്ങൾ അതേപോലത്തെ സംഭാഷണങ്ങൾ ഉപയോഗിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഏറ്റവും അതിന് യോജിക്കുന്ന രീതിയിലുള്ളൊരു ഡയലോഗ്സാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മമ്മൂക്കയുടെ ക്യാരക്ടറിന് വേണ്ടി ഡയലോഗ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. നമ്മൾ എഴുതിയ ഡയലോഗ് നമുക്ക് പറയണ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല. തീർച്ചയായിട്ടും. മ്യൂസിക് ഡയറക്ടറെ പറ്റി രണ്ട് വാക്ക് പറയണം. സുഷിൻ ശ്യാമിൻ്റെ ശിഷ്യനാണ്. ഈ സിനിമയുടെ പോസ്റ്ററും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ എല്ലാ ആസ്പെക്റ്റുകളൊക്കെ ഇങ്ങനെ ആൾക്കാർ ഒരു പ്രതീക്ഷയ്ക്കുള്ള കാരണമായി നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ഫുൾ സൗണ്ട് ട്രാക്ക് വരുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ സിനിമയുടെ ഫുൾ സൗണ്ട് ട്രാക്ക് ഒരുമിച്ച് ഇറക്കിയിട്ടില്ല. കുറേ നാളായിട്ടില്ല എന്ന് തന്നെ കരുതുന്നത്. ചില ഒരു പാട്ട് രണ്ട് പാട്ടൊക്കെ വെച്ചാണ് ഇറങ്ങാറുള്ളത്. അപ്പം ഇതിൻ്റെ എല്ലാ തീമും, കുഞ്ചാമൻ പോറ്റിയുടെ തീമാണെങ്കിലും ബാക്കി എല്ലാതും ആണെങ്കിലും അത് എല്ലാ ലാംഗ്വേജിലും വന്നിട്ടുണ്ട്. അത് സൃഷ്ടിച്ചിട്ടുള്ള ഈ സിനിമ കാണാൻ വരുന്നവരുടെ മൈൻഡിൽ എന്തൊരു ഭാവത്തിൽ വേണം നമ്മൾ വരാൻ ആ സിനിമയിൽ നിന്ന് കാത്തിരിക്കണം എന്നുള്ള ഒരു ഇത് തരുന്നുണ്ട്, ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ സിനിമ ഇറങ്ങുന്നതിന് മുൻപേ
ഈ മ്യൂസിക് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ അത് സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എങ്ങനെയായിരുന്നു ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു നിങ്ങൾ വർക്ക് ചെയ്തത് എങ്ങനെയായിരുന്നു? പണ്ടത്തെ കാലത്ത് എന്തൊക്കെ ഒരു എലമെൻറ്റ് കൊണ്ടുവന്നിട്ട്? മാക്സിമം സൗണ്ടിൽ കാലഘട്ടം ഫീൽ ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇങ്ങനെ ചെയ്തു പോയി, എങ്ങനെയൊക്കെ സാധനം വന്നു. മറ്റേ ഷൂട്ടിൻ്റെ സമയത്ത് ഞാൻ ലൊക്കേഷനിൽ പോകുമായിരുന്നു. ഞാൻ രാഹുലേട്ടനായിട്ട് സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കുറച്ച് സാധനങ്ങൾ ഞാൻ ആ സമയത്ത് അയച്ചു കൊടുക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഉണ്ടായല്ല, കുറേ വർക്ക് ചെയ്ത് തന്നെ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന പരിപാടിയല്ല. നല്ല സാധനം ആയി വരാൻ വേണ്ടി മാക്സിമം പണിയെടുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇനീഷ്യൽ നമ്മുടെ ഷൂട്ടിൻ്റെ മുമ്പ് ക്രിസ്ത്യാനെ ഞാൻ പരിചയപ്പെടുകയും ഞാൻ ആകെ പറഞ്ഞത് ഇതൊരു പീരിയഡ് ഫിലിമാണ്, മമ്മൂക്കയാണ് ലീഡ് ക്യാരക്ടർ, ഒരു ഫിക്ഷണൽ സെറ്റിംഗ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് ക്രിസ്റ്റോ ഒരു ഡെമോ എനിക്ക് അയച്ചു തന്നു. അതിലാണ് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. സോ അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ ഫുൾ കുറേ ഇരുന്ന് അതിനെക്കുറിച്ച് സംസാരിച്ച് ഓരോ സ്റ്റേജിലും ഷൂട്ടിംഗ് സമയത്തും ക്രിസ്റ്റോ വന്ന് ഓരോ സീനിനും ഇങ്ങനെ സ്കോർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് ഷേപ്പ് ആയി വന്നത്. പിന്നെ ഞാൻ ലൊക്കേഷനിൽ പോയ ടൈമിൽ വിഷ്വൽ നമ്മൾ കാണും, രാവിലെ തന്നെ ഓരോന്നും കാണിച്ചു തരാം. അപ്പം വിഷ്വൽ കാണുമ്പോൾ ഒരു എനർജി ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ എനർജിയുടെ റിസൾട്ടായിരിക്കാം മേ ബി നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. സിദ്ധാർത്ഥേട്ടനോടാണ് ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ഇപ്പോൾ മമ്മൂക്കയുടെ കൂടെ തന്നെ 2 ഫിലിമിൽ ഒരുമിച്ച് അഭിനയം, സൂക്കയിലും ഉണ്ട്, ഇപ്പോൾ ബ്രഹ്മത്തിലും. അപ്പോൾ ഇതിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറും മറ്റേതിൽ കുറച്ച് സ്റ്റൈലിഷും ആണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഹലോ എവ്രി വൺ. രണ്ടും 2 തരം സിനിമയാണ്. സോ രണ്ടും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മമ്മൂക്കയുടെ കൂടെ 2 തരത്തിൽ തന്നെയാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ എന്തൊക്കെ പഠിക്കാൻ പറ്റി? അഭിനയം പഠിക്കാൻ പറ്റി. വേറെ സിദ്ധാർത്ഥ ഈ പറഞ്ഞതുപോലെ അച്ഛൻ്റെ കാലം, അമ്മയുടെ കാലഘട്ടമൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒത്തിരി അഭിനയിച്ചു വന്ന അതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് ഇപ്പോൾ സിദ്ധാർത്ഥ എത്തുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കുമല്ലോ. അതെ, തീർച്ചയായും ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു, നമ്മളത് യാഥാർത്ഥ്യമായിട്ട് അത് കാണുന്നു, തിയേറ്ററിലേക്ക് എത്തുന്നു. അതൊരു പുതിയ അനുഭവം തന്നെയാണ്. പ്രേക്ഷകരെ പോലെ തന്നെ അതിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും പുതിയ അനുഭവം തന്നെ. മമ്മൂക്ക ടർബോ തിയേറ്റർ കുലുക്കൂ, ഇപ്പൊ കുലുക്കല് ട്രെൻഡാണല്ലോ. വരട്ടെ, സമയമുണ്ടല്ലോ. രാഹുലേട്ടന് ഫേസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും ബ്രഹ്മയുഗത്തില്? അതെ, ഫേസ് ചെയ്ത എനിക്കൊരു പേടിയായിരുന്നു മമ്മൂക്കടൊപ്പം ആദ്യം ആക്ഷൻ കട്ടെന്നൊക്കെ പറയാം. ഓൾറെഡി ഒരു ഹൊറർ ഫിലിം ചെയ്തതാണെങ്കിൽ പോലും മമ്മൂക്കയുടെ കൂടെ ആയതുകൊണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു ഫിലിമിൽ. അപ്പൊ അതിൽ ഫേസ് ചെയ്തേക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ചാലഞ്ചസ് ഉണ്ടാവും, എല്ലാ ഫിലിമിലും ചാലഞ്ചസ് ഉണ്ടാവും. ബട്ട് ആസ് ലോങ് ആസ് യു ഹാവ് എ വെരി ഗുഡ് ടീം, ടെക്നിക്കൽ സപ്പോർട്ട്, പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് ആക്ടേഴ്സ് ഹൂസ് വെരി സപ്പോർട്ടീവ്, നമ്മളത് അറിയില്ല. ആക്ച്വലി ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നത് നമുക്കറിയില്ല. എല്ലാ ദിവസവും നെക്സ്റ്റ് ഡേ എന്താണ് ഷോട്ട് എടുക്കാനുള്ളതെന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിങ്ങനെ രാത്രി ഓരോ ദിവസവും ഇരിക്കാറില്ല. അപ്പോൾ നാളെ നമുക്ക് ഇത് ചെയ്യും, ഈ സീൻ ചെയ്യും എന്നുള്ള സെയിം വിത്ത് എവരിബഡി. ഞങ്ങളെല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ് ഇരുന്നിട്ടുള്ളത്. സോ ദ ഹോൾ പ്രോസസ് ഇസ് ചാലഞ്ചിങ്. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഫോർ ദാറ്റ് നല്ലൊരു ടീം വേണം. ഇതേമാതിരി സൗണ്ട് പ്ലേസ് എ വെരി ഗുഡ് JD ആണ് സൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരം സിനിമകൾക്ക് സൗണ്ട് ഇറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ആൻഡ് സപ്പോർട്ടിങ് കാസ്റ്റ് ലൈക്ക് മണികണ്ഠനുണ്ട്, ഹീസ് ഡൺ എ വെരി ഗുഡ്. മൈ എഡിറ്റർ ഷഫീഖ് ഈസ് ഡൺ എൻ അമേസിങ് ജോബ്. ആൻഡ് ഇതിൽ പാട്ട് എഴുതിയിരിക്കുന്നത് മൈ 2 ADs ആണ്. പൂമണി മാളിക എന്ന് പറഞ്ഞ പാട്ട് അമ്മു മറിയ അലക്സ് എന്ന് പറഞ്ഞ പെൺകുട്ടി എഴുതിയിരിക്കുന്നത്. ആൻഡ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റായ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മകൻ ദിന്നാഥ് പുത്തഞ്ചേരിയാണ് 3 പാട്ട് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി കളക്റ്റീവ് എഫേർട്ടാണ്. സോ അങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് അതിന് സ്ട്രെങ്ത് വരുന്നത്. ഇറ്റ്സ് ഓൺലി ഫീമെയിൽ ക്യാരക്ടർ ഇൻ ഫിലിം. സോ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അമൽഡ, ഇപ്പോൾ ഇതൊരു ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കഥാപരിസരമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളോ ഒന്നും ഡയലോഗുകളോ ഒന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ഡയലോഗുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ
ഇത് എത്രത്തോളം നമ്മൾ സ്വയം നമ്മളെ റെസ്ട്രിക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ പെർഫോമൻസിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം എത്രത്തോളം ഉണ്ടായിരുന്നു പ്രമേയത്തിൽ? ഇത് ഒരു സങ്കല്പത്തിലുള്ള ഒരു കഥാപാത്രമാണല്ലോ. അപ്പം അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമാജിനേഷൻ പോലെയാണ്. അപ്പം അറിയില്ല, അങ്ങനെ ഒരു പറയാൻ പറ്റില്ല. അതാണ്, അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കണ്ടു നോക്കി 2 ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ട് പറയാം. ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചു, ഇപ്പൊ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു. ഇവിടെയാണ് ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചു, ഇപ്പൊ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരും? ദുൽഖറിന്റെ കൂടെയാണ് എൻ്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ അടുത്തോട്ട് വരുമ്പോൾ നമുക്ക് എല്ലാ ആക്ടേഴ്സിൻ്റെയും ഒരു ആഗ്രഹമാണ് മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയെങ്കിലും ചെയ്യാന്ന് പറയുന്നത്. അപ്പം അത് ഭയങ്കരമായിരുന്നു. അത് കൂടാതെ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് മമ്മൂക്കയായിട്ട് ഇങ്ങനെ, അതായത് ആക്ടറാകാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത്, അത് 10-21 വയസ്സൊക്കെ ഉള്ളപ്പോൾ മമ്മൂക്കയായിട്ടൊന്ന് സംസാരിക്കാനൊരു ചാൻസ് കിട്ടി. അപ്പം മമ്മൂക്ക അന്ന് എന്നോട് പറഞ്ഞായിരുന്നു, മോശം സിനിമയൊന്നും ചെയ്യണ്ട, നല്ല സിനിമകൾ ചെയ്താൽ മതി. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ കൂടെ നല്ലൊരു ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. എപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ പ്രേക്ഷകർ കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടുള്ളത്. ഇപ്പൊ പ്രമേയത്തിൽ വരാൻ നേരത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തില് എത്തരത്തിലായിരുന്നു ഒരു പ്രസന്റേഷനും കാര്യങ്ങളും? എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല. ഇതിൻ്റെ ഒരു ഭാഗമായി ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം. പിന്നെ 15-ാം തീയതി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ പറയാൻ പറ്റില്ല. നമസ്കാരം. ഈ സിനിമയിൽ ആ ചോദ്യത്തിന് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു മറുപടി പറയും. സിനിമ എടുക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ കളറിലോ ഒന്നും നമുക്ക് തോന്നില്ല. സിനിമയാണ്. സിനിമ കണ്ടതിന് ശേഷമല്ലേ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മൾ കുറച്ച് സീനുകൾ നമുക്ക് അഭിനയിക്കാമെന്നല്ലാതെ ഇത് എങ്ങനെ എടുക്കുന്നു എങ്ങനെ വരുന്നു നമുക്ക് അഭിനയിക്കുമ്പോൾ അറിയില്ല. അതാണ് പുള്ളി തപ്പിയത്. കുഴപ്പമില്ല, കറക്റ്റല്ലേ? അപ്പോൾ ഏകദേശം തീരാറായി കാര്യങ്ങൾ. അല്ല, ഈ പ്രസ് മീറ്റിന്റെ പ്രത്യേകതയാണ് ഇപ്പം നമുക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, അവിടെ നിന്നൊന്നും പറയാനും പറ്റുന്നില്ല. നിങ്ങൾ ഈ കണ്ട് ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് ഈ പറയുന്നത്. അല്ല, അങ്ങനെയാണ്. ഏകദേശം 30 മിനിറ്റായി ചോദിക്കുന്നു. അതൊന്നും ചോദിക്കില്ലെന്ന് പറയില്ല. സിനിമയെക്കുറിച്ച് കൂടുതലും ചോദിച്ചത് നിങ്ങളല്ലേ? അല്ല, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വേണം കേട്ടോ നമുക്ക്. എന്നാലും ഞങ്ങൾക്ക് കുറച്ച് ചോദിക്കാൻ. കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ വേണം. ഇന്നല്ല, ഈ റിലീസ് കഴിഞ്ഞിട്ട്. റിലീസ് കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സിനിമ കണ്ടതിന് ശേഷം ചോദിക്കാനും പറ്റും. അത് സിനിമ കണ്ടതിന് ശേഷമല്ലേ? കാണും എന്നിട്ട് നോക്കാലോ. അപ്പോൾ അതൊന്ന് അങ്ങനെ കൂടെ ഉണ്ടാകണം. ശരി, ഒറ്റ ക്വസ്റ്റ്യൻ എല്ലാവരും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് തീരുന്നു. ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. മിക്ക മുമ്പ് പറഞ്ഞ മാതിരി ഒന്ന് കണ്ടു നോക്കും, ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക് എന്ന് പറയണത് ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കണ്ടാൽ എനിക്കറിയാം. പ്രമേയം അനൗൺസ് ചെയ്ത ആ ടൈം തൊട്ട് എല്ലാവരും വളരെ എക്സൈറ്റ്മെന്റിലായി, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. പടത്തിന്റെ ട്രെയിലർ 4 ഭാഷകളിലാണ് ഇറങ്ങിയത്. അതിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തത് അവിടെയുള്ള നടന്മാർക്ക് സാധിക്കാൻ കഴിയാത്തത് മമ്മൂക്ക സാധിക്കും, സിറന്ത നടിക എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. അതിന് മമ്മൂക്ക എങ്ങനെ നോക്കിക്കാണും? സിറന്ത നടികരെന്നോ നിങ്ങൾക്ക് ഇവിടെ പറയുന്നത് എൻ്റെ തമിഴാണെന്നേ ഉള്ളൂ. കൊള്ളാവുന്ന ഒരു ആക്ടർ എന്നെ പുറത്തേക്ക് കൊടുക്കും. താങ്ക് യു. ശരി, താങ്ക് യു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ